നമ്മൾ കയ്യിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം ഒരു ഹെവി ഫ്ലോറൽ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോ ക്ലിപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ട് തന്നെ. അപ്പം ഇതിന് ട്യൂട്ടോറിയൽ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ എന്തായാലും അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നോർമലി നമ്മൾ ബ്രൈഡൽ ഹെന്ന ചെയ്യുന്ന സമയത്ത് ഒരു 4 to 5 hours ആണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കാറുള്ളത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഹെവി ഡിസൈനാണ്. കൈയായിട്ടും കാലായിട്ടൊക്കെ അത്യാവശ്യം നല്ല ഹെവി ഡിസൈനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിരുന്നു. നമ്മൾ കൈയിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കുള്ള ഫുഡുമായിട്ട് ആൾക്കാരെത്തിട്ടോ. ഇതെല്ലാം ബ്രൈഡിൻ്റെ കസിൻസാണ് കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി വൈബ് ടീംസ് ആയതുകൊണ്ട് തന്നെ സമയം പോയതറിഞ്ഞില്ല. ഭയങ്കര തമാശയും കളിയൊക്കെ ആയിട്ട് നല്ല എൻജോയ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഈ വർക്കിൽ ഗ്രൂമിൻ്റെ നെയിം ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതും ചെയ്ത് കൊടുത്തു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ ഗ്രൂമിൻ്റെ പേര് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാട്ടോ. കുറേ നേരം തിരഞ്ഞെങ്കിലും അവസാനം അവർ കണ്ടുപിടിച്ചിട്ടോ. കണ്ടോരും ഉണ്ടാവും. അങ്ങനെ നമ്മൾ 2 കൈയും ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഡിസൈൻ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ മെഹന്തി പ്രോ എന്നുള്ള ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഫുള്ള് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് ഒരുപാട് എടുത്തിരുന്നു. അങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റീൽസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെടുത്തു. ഫ്രണ്ട് ഹാൻഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കുള്ള ചായയും സ്നാക്സൊക്കെ ആയിട്ട് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ കൈയിൻ്റെ ബാക്ക് സൈഡും കംപ്ലീറ്റ് ചെയ്തു. അത് ചെയ്യണതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നു പോയതാണ്. അങ്ങനെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 6 മണിയായിരുന്നു. അപ്പോൾ തന്നെ ലേറ്റ് പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ തന്നെ നമ്മുടെ ബ്രൈഡും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പഴയ സാരി ആയിരുന്നു. പഴയ ലുക്ക് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. അപ്പം നമ്മുടെ ബ്രൈഡും അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച്